അഹമ്മദാബാദിലെ വിമാന ദുരന്തം ഒരു അട്ടിമറിയാണോ അതോ സാങ്കേതിക തകരാറാണോ? വിവാദം കൊഴുക്കുകയാണ്. വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് കട്ട് ഓഫ് ആകാനുള്ള 3 കാരണങ്ങൾ. അതേ ചൊല്ലിയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള വ്യോമയാന മേഖലയിലെ വിദഗ്ധർ, പൊതുജനം ഒക്കെ ചർച്ചകൾ തുടരുന്നത്. പൈലറ്റുമാരുടെ പിഴവല്ല അപകടത്തിന് കാരണം, എന്നാൽ സാങ്കേതിക തകരാറാണ് എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് പൈലറ്റുമാരുടെ ഫെഡറേഷൻ വരെ ഇപ്പോൾ രംഗത്തെത്തി കഴിഞ്ഞു. അങ്ങനെ വിവാദം കൊഴുക്കുകയാണ്. എന്തായാലും ഒന്നുകിൽ അട്ടിമറി, അല്ലെങ്കിൽ ഒരു ആത്മഹത്യാ ശ്രമം, അതുമല്ലെങ്കിൽ സാങ്കേതിക തകരാർ. ഈ 3-ൽ ഒന്നാകണം 260 പേരുടെ മരണത്തിനിടയാക്കിയ അന്നത്തെ അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ലണ്ടൻ വിമാന അപകടത്തിന് പിന്നിലുണ്ടായ കാരണം. വിശദമായി പറയാം ഈ 3 കാരണങ്ങൾ. ജൂൺ 12-ന് അഹമ്മദാബാദിൽ നടന്ന എയർക്രാഫ്റ്റ് അപകടത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ട പ്രാഥമിക റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് വിമാന ദുരന്തം ഉണ്ടായത് സ്വിച്ചുകൾ കട്ട് ഓഫ് ആയതുകൊണ്ടാണെന്നും ഇന്ധന പ്രവാഹം നിലച്ചതാണെന്ന വിവരം പുറത്തു വരുന്നത്. ടേക്ക് ഓഫിന് ശേഷം വെറും 32 സെക്കൻഡുകൾ മാത്രമേ എടുത്തുള്ളൂ ആ വിമാനം നിലത്തേക്ക് കൂപ്പുകുത്താൻ. വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന വിതരണം പൊടുന്നനെ നിന്നുവെന്നാണ് ആ പ്രാഥമിക റിപ്പോർട്ടിൽ വിലയിരുത്തിയിരിക്കുന്നത്. വിമാനത്തിന്റെ ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന കോക്പിറ്റിൽ പൈലറ്റുമാർ ഇരിക്കുന്ന ആ സ്ഥലത്തുള്ള സ്വിച്ചുകൾ റൺ എന്ന മോഡിൽ നിന്നും കട്ട് ഓഫ് എന്ന മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കൈതട്ടിയാൽ മറന്നതല്ലെന്ന് പൈലറ്റുമാരുടെ ഫെഡറേഷൻ വ്യക്തമാക്കുന്നുണ്ട്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഈ റണ്ണിൽ നിന്നും കട്ട് ഓഫിലേക്ക് മാറിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സ്വിച്ചുകൾക്ക് പെട്ടെന്നുള്ള ഇത്തരം കൈതട്ടിയാലുണ്ടാകുന്ന ചലനങ്ങൾ തടയാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനങ്ങളുമുണ്ട്. വിമാനത്തിന്റെ തകർച്ചയുടെ പ്രധാന കാരണമായ ഈ സ്വിച്ച് മാറ്റത്തിന് പിന്നിൽ എന്താണെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. സാങ്കേതിക പ്രശ്നങ്ങളോ മനുഷ്യന്റെ പിഴവുകളോ? പക്ഷേ അപകടത്തിന് വലിയ സാധ്യതകൾ ഇപ്പോഴും അവ്യക്തം. റിപ്പോർട്ടിൽ എന്തുമാകാൻ വരുന്നത്? പക്ഷേ വ്യോമയാന മേഖലയിലെ വിദഗ്ധർ അവർ വന്നെത്തിയിരിക്കുന്ന 2-3 കാരണങ്ങളുണ്ട്. പ്രധാനമായും 3 സാധ്യതകളാണ് അവർ ഉന്നയിക്കുന്നത്. ഒന്ന്, മനുഷ്യന്റെ പിഴവ്, ഹ്യൂമൻ എറർ. അന്വേഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഈ മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള പിഴവ് തന്നെയാണ്. പൈലറ്റിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവ്. 2 പൈലറ്റുമാരാണ്, മെയിൻ പൈലറ്റും കോ പൈലറ്റും. ടേക്ക് ഓഫിന്റെ നിർണായക ഘട്ടത്തിൽ വിമാനത്തിന്റെ ക്യാപ്റ്റനായ സുമിത് സബർവാളോ ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറോ അറിയാതെ സ്വിച്ചുകൾ കട്ട് ഓഫ് മോഡിലേക്ക് മാറ്റിയതാകാം. പക്ഷേ 8000 കിലോമീറ്റർ ബോയിങ് വിമാനം പറത്തി പരിചയമുള്ള ആളാണ് സുമിത് സബർവാൾ. 1000 കിലോമീറ്റർ അധികം ബോയിങ് വിമാനം പറത്തിയിട്ടുണ്ട് ക്ലൈവ് കുന്ദർ. ഈ 2 പേരും അറിയാതെ ഇത്തരമൊരു ജീവൻ മരണ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് അറിയേണ്ടതുണ്ട്. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിലെ സംഭാഷണത്തിൽ ഒരു പൈലറ്റ് മറ്റൊരാളുടെ ഇന്ധനം കട്ട് ഓഫ് ചെയ്ത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. താനത് ചെയ്തിട്ടില്ലെന്ന് അടുത്ത പൈലറ്റ് മറുപടി പറയുന്നുണ്ട്. പക്ഷേ അവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ അത് ഏത് പൈലറ്റാണ്, സുമീത് അഗർവാൾ ആണോ ക്ലൈവ് കുന്ദർ ആണോ ഈ ചോദ്യം ഉന്നയിച്ചതെന്നും മറുപടി ആരാണ് നൽകിയതെന്നും വ്യക്തമായി അറിയാം. പക്ഷെ റിപ്പോർട്ടിൽ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ആശയക്കുഴപ്പം സൂചിപ്പിക്കുന്നത് റിപ്പോർട്ട് പറയുന്ന പ്രകാരം ഒരാൾ ചെയ്ത ആ പ്രവൃത്തി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ അറിഞ്ഞിട്ടില്ല. കൂടാതെ സ്വിച്ചുകൾ റൺ മോഡിലേക്ക് മാറ്റാൻ അതിവേഗം ശ്രമം നടന്നു. അപ്പോഴേക്കും ഒരു എഞ്ചിൻ, 2 എഞ്ചിൻ ഓഫായി, ഒരു എഞ്ചിൻ N1 എഞ്ചിനെങ്കിലും ഓൺ ചെയ്യാനുള്ള ശ്രമമാണ് അവിടെ നടന്നത്. പക്ഷേ ഇതിനെല്ലാം ഉണ്ടായിരുന്നത് വെറും 32 സെക്കൻഡ്. വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ കടന്ന ഉടനെ വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. ഇത് അബദ്ധത്തിൽ സംഭവിച്ച ഒരു പിഴവ് തിരുത്താനുള്ള ശ്രമമാണ് ഈ കട്ട് ഓഫ് മോഡിൽ നിന്നും റൺ മോഡിലേക്ക് മാറ്റി എഞ്ചിൻ ഓണാക്കാനുള്ള ശ്രമമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സാധ്യത, സാങ്കേതിക തകരാറില്ലെങ്കിൽ വൈദ്യുതി തകരാർ, മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ മാൽ ഫംഗ്ഷനിങ്. വിമാനത്തിന്റെ ഫ്ലൈ ബൈ വയർ സംവിധാനത്തിലെ സാങ്കേതിക തകരാറുകൾ, വയറിംഗിലെ പ്രശ്നങ്ങൾ, സോഫ്റ്റ്വെയർ പിഴവുകൾ, ഇതിലേതെങ്കിലും ഒന്നാകാം ഈ വിമാന എഞ്ചിനിലേക്കുള്ള ഇന്ധനം കട്ട് ചെയ്തത്. അങ്ങനെ സ്വിച്ചുകൾ സ്വയം മാറിയതാകാൻ സാധ്യതയുണ്ട് എന്നൊരു സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. 2018-ൽ ബോയിങ് 787ന്റെ ഇന്ധന സ്വിച്ച് ലോക്കിംഗ് സംവിധാനം അപ്രതീക്ഷിതമായി തകരാറിലാകാൻ സാധ്യതയുണ്ടെന്ന് FAA ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എങ്കിലും എയർ ഇന്ത്യ അന്ന് FAA ശുപാർശ ചെയ്ത പരിശോധന നടത്തിയിരുന്നുവെന്ന് ഇനിയും വ്യക്തമല്ല. സ്വിച്ചുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ, അത് ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ചുകൾ ഓഫ് മോഡിലേക്ക് മാറാൻ സാധ്യതയില്ലെന്നാണ് വ്യോമയാന രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇനിയുള്ളത് 3ാമത്തെ സാധ്യതയാണ്, മനഃപൂർവ്വമുള്ള അട്ടിമറി, ഇന്റൻഷണൽ സബോട്ടേജ്. അതിനെയാണ് നാം അട്ടിമറി എന്ന് പറയുന്നത്. അതിന് പിന്നിൽ ആരുമാകാം, ഏതെങ്കിലും ഒരു പൈലറ്റിനെ കൊണ്ട്. കാരണം 2 പൈലറ്റുമാർക്ക് മാത്രമേ ആ കോക്പിറ്റിനുള്ളിൽ പ്രവേശനമുള്ളൂ. മറ്റുള്ളവർക്ക് വളരെ നിയന്ത്രിതമായ പ്രവേശനം മാത്രം.
സഹജീവനക്കാർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇത് പൈലറ്റുമാർ ആരെങ്കിലും അവരെ കൊണ്ട് ചെയ്യിച്ചതാണോ, അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. ഈ ഒരു അപകട സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെങ്കിൽ അത് ആത്മഹത്യയോ അല്ലെങ്കിൽ ഒരു കൂട്ടക്കൊലപാതകമോ. ആത്മഹത്യയാണെങ്കിൽ പൈലറ്റുമാരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തിരഞ്ഞെടുത്ത മാർഗമായിരിക്കണം ആ എഞ്ചിൻ കട്ട് ഓഫ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു കൂട്ടക്കൊലപാതകത്തിലേക്ക് അവർ തിരഞ്ഞെടുത്ത മാർഗമാകണം വളരെ ഈസി ആയിട്ട് വിമാനത്തെ കുത്തിക്കാനായിട്ട് 2 എഞ്ചിനും ഓഫാക്കി ഇടുക. സ്വാഭാവികം. അതും അന്വേഷണ പരിധിയിലുണ്ട്. സ്വിച്ചുകൾക്ക് ലോക്കിംഗ് സംവിധാനമുള്ളതിനാൽ വീണ്ടും പറയുന്നു, കട്ട് ഓഫ് മോഡിലേക്ക് മാറ്റാൻ ബോധപൂർവമായൊരു ശ്രമം ആവശ്യമാണ്. അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സ്വിച്ചുകൾ കട്ട് ഓഫ് ആകില്ല. പക്ഷേ ഈ സാധ്യതയെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. പരിചയസമ്പന്നനായ പൈലറ്റാണ്, നേരത്തെ പറഞ്ഞതുപോലെ സുമിത് സബർവാൾ. സഹപൈലറ്റായ ക്ലൈവ് കുന്ദറിനും നല്ല റെക്കോർഡാണ്. ഇരുവർക്കും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളോ ആത്മഹത്യ പ്രവണതയോ ഇല്ലായിരുന്നു എന്നാണ് എയർ ഇന്ത്യയുടെ മെഡിക്കൽ സംഘം നൽകുന്ന സൂചനകൾ. സ്വിച്ചുകൾ റണ്ണിലേക്ക് തിരികെ മാറ്റാൻ അവർ നടത്തിയ ശ്രമം അത് ആത്മഹത്യാ ശ്രമത്തിന് വിരുദ്ധമാണെന്നും അന്വേഷകർ ചൂണ്ടിക്കാട്ടുന്നു. അല്ലെങ്കിൽ ഒരു പൈലറ്റാണ് ഇതിന് തീരുമാനിച്ചിരുന്നെങ്കിൽ സഹ പൈലറ്റ് ആ സ്വിച്ചുകൾ റൺ മോഡിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ തടഞ്ഞേനെ. അത് തടഞ്ഞതായിട്ട് കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ യാതൊരു സൂചനയുമില്ല. അവർ തമ്മിൽ അത്തരത്തിലുള്ള സംഭാഷണത്തിലേക്ക് വഴിമാറുന്നതായുള്ള സൂചനയും ഇല്ല. അതുകൊണ്ട് തന്നെ അന്തിമമായ റിപ്പോർട്ട് വരട്ടെ എന്ന കാത്തിരിപ്പാണ് ഇപ്പോൾ വ്യോമയാന മേഖല. ദുരന്തത്തിൽ മരിച്ചത് 260 പേരാണ്. ഈ അപകടം വ്യോമയാന മേഖലയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ പ്രാഥമിക റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കൂടുതൽ വിശദമായൊരു അന്വേഷണം വേണ്ടി വന്നേക്കും. കാരണം ഇത്തരമൊരു സാഹചര്യം ഈ 3 സാധ്യതകൾ തന്നെ വിലയിരുത്തിയാൽ ഒന്നുകിൽ പൈലറ്റുമാരുടെ പിഴവ്, അല്ലെങ്കിൽ പൈലറ്റുമാർ മനഃപൂർവ്വം ചെയ്യിച്ചത്, അല്ലെങ്കിൽ സാങ്കേതിക തകരാറ്. ഈ അടുത്ത കാലത്തൊന്നും അന്തിമ റിപ്പോർട്ട് വരാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. 2026 ജൂൺ മാസത്തോടെ മാത്രമേ AAIBയുടെ അന്തിമ റിപ്പോർട്ട് വരാൻ സാധ്യതയുള്ളൂ എന്നാണ് സൂചന. അതുവരെ വ്യക്തമായ ഒരു നിഗമനത്തിൽ എത്തേണ്ടതില്ല. ചർച്ചകൾ തൽക്കാലത്തേക്ക് ചുരുക്കണം, ചർച്ചകൾ കാട് കയറരുത് എന്നാണ് ഇപ്പോൾ രാജ്യത്തെ വ്യോമയാന മേഖലയിലെ അധികൃതർ ആവശ്യപ്പെടുന്നത്. 260 പേരുടെ മരണത്തിന് കാരണമായ അഹമ്മദാബാദ് ദുരന്തം ഒരു അട്ടിമറിയാണോ, അതോ സാങ്കേതിക തകരാറാണോ, അതോ പൈലറ്റിന്റെ ആത്മഹത്യാ ശ്രമമായിരുന്നോ? ഇതിലേതോ ഒന്ന് കാരണമാണ് അങ്ങനെ വിവാദം കൊഴുക്കുകയാണ്.